ആ എന്തോ ചേട്ടാ താമസിച്ച ഓഫീസിൽ പാർട്ടി എല്ലാം ഉണ്ടായിരുന്നു അതോ വല്ല ജോലി തിരക്കും ആയിരുന്നു. ഞാൻ എന്തോന്ന് പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ല. വെറുതെ നിനക്ക് എന്റെ കുറ്റം പറയണം അതല്ലയോ? ചേട്ടാ ഈ മനുഷ്യനോട് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അടി റോഡ് ബ്ലോക്കായിരുന്നു. ആ NH-ന്റെ ഒക്കെ പണി നടക്കുകയല്ലേ, റോഡെല്ലാം അങ്ങ് തിരക്കാം. ഓക്കെ, ഞാൻ അങ്ങ് വിശ്വസിച്ച് പോരെ. നീ വെറുതെ ഉടക്കാൻ നിൽക്കുകയാണല്ലോ. ഞാനൊരു ഉടക്കിനും വരുന്നില്ലേ. നീ പോയി ഉള്ളത് ചായ എടുക്ക് അല്ലേ. അമ്മയുടെ സാധാരണ അമ്മ TV വെച്ചോണ്ടിരിക്കുകയാണല്ലോ, ഇന്നൊന്നും കാണുന്നില്ലല്ലോ. നീ അമ്മയായിട്ട് വല്ല ഉടക്കിയോ? അമ്മ അകത്ത് വല്ലതും കാണും. ഓ, ഇന്നും അമ്മായിമ്മ മരുമോനും കൂടെ ഉടക്കിയ ലക്ഷണമാണ്. എന്തൊക്കെ കാണാം. നീ ഇന്ന് അമ്മയായിട്ട് ഉറക്കിയോ? നിങ്ങൾക്ക് അമ്മയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലേ, ബാക്കിയുള്ളവരെ കാര്യം അറിയണ്ടല്ലോ. എന്തോന്ന് അറിയാനാ, നീ അമ്മയായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ് ഉടക്കി കാണും. അതിവിടെ സ്ഥിരം നടക്കുന്ന കാര്യമില്ലേ. നിങ്ങൾക്ക് എന്റെ മൂക്കിൽ പഞ്ഞി വെച്ച് കാണണം, അത്രയല്ലേ ഉള്ളൂ. വെറുതെ എന്നെ കൊതിപ്പിക്കല്ലേടി. നിങ്ങളെ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞപ്പോ നിങ്ങൾ എന്തുവാ പറഞ്ഞത്? എന്തോന്ന് പറയാനാ എടി, ഇതുവരെ നിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് നിന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. അത് മതിയല്ലോ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ. എടി, നീ ചെവിയിൽ എന്തിനാ മഞ്ഞ് വെച്ചിരിക്കുന്നേ? ഭക്ഷണം കണ്ടിട്ട് കുത്തുവോ മാന്തുകൊണ്ടാണ് ചെയ്തോ? അതെ, തിളച്ച വെള്ളവുമായി പോയപ്പോ കാലിൽ കുറച്ച് വെള്ളം വീണു. എടി, കാല തിളച്ച വെള്ളം വീഴുന്നതിന് ചെവിയിൽ എന്തിനാടി പഞ്ഞു വെക്കുന്നത്? തിളച്ച വെള്ളം വീണത് ഞങ്ങൾ അമ്മയുടെ കാര്യം.